പ്ലസ് ടുവിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ്. നമ്മളെ 12-ാം തീയതി കഴിഞ്ഞ എക്സാമിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് തീർക്കാൻ നോക്കാം. ലെറ്റ് സി. സാധനം ചില നേരത്തൊന്നും പെണ്ണ് നീങ്ങുകയില്ല. ഓക്കെ, ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ആൻ അലോയ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ലാന്തനോയിഡ് മെറ്റൽ. നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ പഠിക്കുന്നതാണ്. ആ മെറ്റലിൻ്റെ പേരാണ് മിഷ് മെറ്റൽ. 95% ഇറ്റ് ഈസ് ലാന്തനോയിഡ്. ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് പോളി ഹൈഡ്രജൻ കോമ്പൗണ്ട് ക്ലോറോഫോം, DDT. അങ്ങനത്തെ ഏതും നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതി കൊടുക്കാവുന്നതാണ്. വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് കൊബാൾട്ടിൻ? ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ചിലപ്പോൾ എനിക്ക് എന്ന് പറയേണ്ടത് എൻ്റെ പ്ലസ് ടുവിൽ 100 കിട്ടേണ്ടിയിരുന്നത് 100 ഔട്ട് ഓഫ് 100 കിട്ടിയിരുന്നത് ഞാനിവിടെ ഈ ക്വസ്റ്റ്യൻ്റെ കഴിഞ്ഞ പോലെ എനിക്ക് ഇതേപോലെ വന്നപ്പോൾ ഞാൻ വരുത്തിയൊരു ചെറിയ മിസ്റ്റേക്കാണ്. ലൈക്ക് ഞാൻ പറയേണ്ടത് 4 എന്ന് എഴുതേണ്ട സ്ഥലത്ത് 5 എന്ന് എഴുതി. ഇപ്പോൾ ഈ 5 എങ്ങനെയാണ് വന്നത്? ഞാൻ കോർഡിനേഷൻ്റെ പകരം ഇതേപോലത്തെ കൊബാൾട്ട് ഉള്ളൊരു സംഭവമായിരുന്നു. ഞാൻ കോർഡിനേഷൻ നമ്പർ എഴുതി കൊടുക്കുന്നതിൻ്റെ പകരം എന്ന് പറയേണ്ടത് നമ്മളെ അതിന് വരുന്ന ഓക്സിഡേഷൻ നമ്പർ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ട് ചെയ്തു. ഇവിടെ ഞാൻ വീണ്ടും ഇത് കണ്ടപ്പോൾ അങ്ങനെ ചെയ്തു പോയി. പക്ഷേ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി പിന്നെയും കോർഡിനേഷൻ നമ്പർ തന്നെ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടെല്ലാം ചെയ്യുക. 1 മാർക്ക് നമ്മൾ പലപ്പോഴും പറ്റിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ എനിക്കൊരു പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും ചെയ്യരുത്. ലൂക്കാസ് റിയേജൻറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് A and B. ഞാനവിടെ A and B ഞാൻ എഴുതിയതാണ്. അതായത് A is equal to anhydrous ZnCl2, B is equal to concentrated HCl. ഇത് രണ്ടിൻ്റെ ഒരു മിക്സറിനെ നമ്മൾ ലൂക്കാസ് റിയേജൻ എന്ന് പറയുന്നത്. ഇത് പാഠം ആൽക്കോൾസ്, ഫിനോൾസ്, ഈതേഴ്സ്. വിച്ച് among the following gives HVZ റിയാക്ഷൻ? ഒരു ആൽഫ ഹൈഡ്രജൻ ഇല്ല ഒരു എന്താണ് ഞാൻ പറഞ്ഞ പോലെ ഇത് ഇപ്പോൾ ആൽഫ ഹൈഡ്രജൻ ഇല്ല ഒരു കോമ്പൗണ്ടിലാണ് നമുക്ക് എന്ത് കാണിക്കാൻ പറ്റുക? ഈ പറയുന്ന HVZ റിയാക്ഷൻ നടക്കും. ജെലിൻസ്കി റിയാക്ഷൻ. ഏത് പാഠം? കാർബോക്സിലിക് ആസിഡ്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ്. അപ്പോൾ ഇതിൽ 1 മാർക്കെല്ലാം കഴിഞ്ഞ് ഇനി 2 മാർക്സ്. ഇതിലെപ്പോൾ സ്ഥിരം ചോദിക്കുന്ന കാറ്റഗറിയാണ് റൈറ്റ് ദ ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻസ് ഓഫ് ഫ്യൂൽ സെൽ. പൊതുവേ നമ്മൾ 4 മാർക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന, പക്ഷേ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്താ? നമ്മൾ ആനോഡിലെ റിയാക്ഷൻസ് എടുപ്പോൾ H2 gives 2H plus 2 ഇലക്ട്രോൺ. കാഥോഡിലെ റിയാക്ഷൻ O2 plus 4 ഇലക്ട്രോൺ gives പ്ലസ് 4H plus gives 2H2O. അതാണ് അതിൻ്റെ റിയാക്ഷൻസ്. വാട്ട് ഈസ് എ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ? നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിലുള്ളതാണ്. അതായത് ഇതൊരു പറ്റിക്കുന്ന ഒരാൾ. റിയാക്ഷൻ വിച്ച് സീംസ് ടു ഹാവ് ഹയർ ഓർഡർ. നമ്മൾ കാണുമ്പോൾ തോന്നിയിട്ട് ഇതിൻ്റെ ഓർഡർ 2 and 3 അല്ല, പക്ഷേ ഇറ്റ് ആക്ച്വലി ഫോളോസ് ലോവർ ഓർഡർ കൈനറ്റിക്സ്. ഇപ്പോൾ 2 എന്നാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നതെങ്കിലും പക്ഷേ അത് ആക്ച്വലി അതിൻ്റെ എന്ന് പറയേണ്ടത് ഇതിൻ്റെ യഥാർത്ഥ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ 0 അല്ലെങ്കിൽ 0 ഓർഡർ എന്നെല്ലാം നമ്മൾ പറയാറില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്, ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗർ. ഞാനിപ്പോൾ സ്ഥിരം എഴുതുന്ന എക്സാമ്പിൾ അത്. റൈറ്റ് ദ ലിങ്കേജ് ഐസോമർ ഓഫ് കോമ്പൗണ്ട് CrNH3NO2Cl2. അപ്പോൾ ഇതിൻ്റെ NO2ലാണ് ആ ലിങ്കേജ് വരുന്നത്. NO2 എന്തായി മാറും? ON ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഐസോമർ എഴുതേണ്ട അടുത്ത് ആ NO2നെ നേരെ ONO ആക്കിയിട്ട് മാറ്റിയാൽ മതി. സോ വി ക്യാൻ ഗെറ്റ് ഇതാണ് CrNH3 5 times ONO Cl2. ദാറ്റ് ഈസ് ലിങ്കേജ് ഐസോമർ. ഓക്കെ, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് EDTA. ഇത് നല്ലൊരു ചോദ്യമാണ്. ഇത് സ്ട്രക്ചർ വളരെ റെയറായിട്ട് ചോദിക്കുന്ന ചോദ്യം, പക്ഷേ ഇവിടെ ചോദിച്ചു കാണുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 4 COH ഗ്രൂപ്പ്, നടുക്ക് 2 CH2 പിന്നെ കണക്ട് ചെയ്യുന്ന 2 നൈട്രജൻ ഗ്രൂപ്പ്സും ഉണ്ട്. നല്ലൊരു ചോദ്യം അത്. അടുത്തത് 2 മാർക്കിന് അവസാനിക്കുന്നില്ല. എക്സ്പ്ലെയിൻ ദ ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽസ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ കാണുവാണ്. ദ മെറ്റൽ കാർബൺ ബോൺസ് സീൻ ഇൻ മെറ്റൽ കാർബണൈൽസ് ആർ ഫോംഡ് വെൻ കാർബൺ. ഇത് ആക്ച്വലി ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഡൊണേറ്റ്സ് എ സിംഗിൾ ഇലക്ട്രോൺ പെയർ ടു മെറ്റൽസ് അൺഓക്യുപ്പൈഡ് മെറ്റൽ ഓർബിറ്റൽ ഫോർമിങ് എ മോളിക്യൂൾ. അപ്പോൾ ആക്ച്വലി ഇത് ഇവിടെ അതിൻ്റെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ തിയറിയിൽ ലാസ്റ്റ് സെക്ഷനിൽ ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഇത്. അടുത്തത് ഹൗ ഈസ് പോയിസണസ് ഗ്യാസ് ഫോസ്ജീൻ ഫോംഡ് ഫ്രം ക്ലോറിൻ? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. ക്ലോറോഫോമിനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു ഡെഡ്ലി ആയിട്ട് ശ്വസിക്കാൻ നമുക്ക് പറ്റാത്ത ഗ്യാസ് എന്ന് പറയുന്നത് ശ്വസിച്ച് കഴിഞ്ഞാൽ ആൾ കാലിയായി ഇപ്പോൾ. അങ്ങനത്തെ ഗ്യാസാണ് ഫോസ്ജീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാത്തത്? ഈ ക്ലോറോഫോം നമ്മൾ ഒഴിച്ച് വെക്കുന്ന ബോട്ടിൽ വി ഡോണ്ട് കീപ്പ് ഇറ്റ് അണ്ടർ സീൽ ദ ബോട്ടിൽ ടൈറ്റിൽ. നമ്മൾ നല്ല മുറുക്കിയിട്ട് എന്ത് ചെയ്യും? ആ ബോട്ടിലിനെ മൂടി വെക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? പുറത്തുനിന്നില്ല, എയർന്നില്ല, ഓക്സിജൻ കയറി വന്നിട്ട് നേരെ എന്താക്കി മാറ്റി ഇതിനെ ഡെഡ്ലി ഗ്യാസാക്കി മാറ്റിക്കളയും. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ട്രൂ ഓക്സിഡേഷൻ ഓഫ് ക്ലോറോഫോം. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഞാനവിടെ എഴുതിയിട്ടുണ്ട്. CO2 COCl2 എന്ന് പറയുന്നതാണ് അതിൻ്റെ കെമിക്കൽ
ഫോർമുല എന്ന് പറയുന്നത് ഫോസ്ജീനിൻ്റെ. അടുത്തത് ഹാലോ ആൽക്കീൻസ് റിയാക്ട് വിത്ത്, ഇതൊരു തിയറി ക്വസ്റ്റൻ ആണ്. ഹാലോ ആൽക്കീൻസ് റിയാക്ട് വിത്ത് KCN ടു ഫോം ആൽക്കൈൽ ഹാലൈഡ്സ് ഇസ് മെയിൻ പ്രൊഡക്റ്റ് വൈൽ AgCN ഫോംസ് ഐസോസൈനൈഡ് ആസ് ദ മെയിൻ പ്രൊഡക്റ്റ്. അതായത് KCN എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, കുറച്ചും കൂടി അയോണിക് ക്യാരക്ടർ കാണിക്കുന്ന ഒരാളാണ്. ഇറ്റ് ഈസ് പ്രീഡോമിനൻ്റ്ലി അയോണിക് ഇൻ നേച്ചർ. അതുകൊണ്ട് തന്നെ അത് തരുന്നത്, അത് നേരെ കട്ട് എന്ന് പറയേണ്ടത് ഡിസോസിയേറ്റ് ചെയ്തൊരു K+CN- ആയിട്ടേ വരിക. അപ്പോൾ അതുകൊണ്ട് എന്താ, നമ്മളെ കാർബൺ ആ നെഗറ്റീവ് ചാർജ് ആക്ച്വലി കാർബണിൻ്റെയാണ്. അപ്പോൾ അങ്ങനെയാണത് CN- തരുന്നത്. ഏത് നമ്മളെ, അതായത് നമ്മളിപ്പോൾ ഒരു RX എന്ന് പറയുന്ന ഒരു ഹാലോ ആൽക്കീനെ നമ്മൾ KCN ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RCN എന്ന് പറയുന്ന കോമ്പൗണ്ടാണ് ഉണ്ടാവുക. മറ്റേടുക്ക വ്യത്യാസങ്ങളിപ്പം കണ്ടോ, AgCN എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി കോവാലൻ്റ്. ഈ പറയുന്ന അവർ തമ്മിൽ ആ ഇലക്ട്രോൺസിന് ഷെയറിങ് ആയിട്ടില്ല എന്ന് പറയേണ്ടത്, നമ്മൾ കോവാലൻ ബോണ്ട് എന്ന് പറയുന്ന രണ്ടിൽ കൂടുതൽ ഇലക്ട്രോൺസിൽ എന്ന് പറയേണ്ടത്, രണ്ടിൽ കൂടുതലൊന്നല്ല എന്ന് പറയേണ്ടത്, നമ്മളൊരു ഒക്ടേറ്റ് ഫോം വേണ്ടിയിട്ട് എന്താണ് വി ഡൊണേറ്റ് അല്ലെങ്കിൽ വി ഷെയർ അവർ ഇലക്ട്രോൺസ്. ആ ഷെയറിങ് കാരണം ഉണ്ടാകുന്ന കോവാലൻ നേച്ചർ കാരണം നമ്മളിവിടെ നൈട്രജൻ എന്താ കൂടുതലും എന്ന് പറയേണ്ടത് കാർബണിനെക്കാട്ടും കൂടുതൽ ഇറ്റ് ക്യാൻ ഡൊണേറ്റ് ദ ഫ്രീ പെയർ ഓഫ് ഇലക്ട്രോൺ. അതുകൊണ്ടാണ് നമ്മൾ RXനെ AgCN ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RNC കിട്ടുക, നോട്ട് RCN. വ്യത്യാസമുണ്ട്. KCN ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ CN കിട്ടും, മറ്റേതായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ NC. ആ NCൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ നടക്കുക. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വൈ ഫീനോൾസ് ഹാവ് ഹൈ ബോയിലിംഗ് പോയിൻറ്റ് കമ്പയർ ടു ഈതേഴ്സ് ഓഫ് സെയിം മോളിക്കുലർ മാസ്. ഇങ്ങനത്തെ ക്രിസ്മസ് എക്സാമിലും ചോദിക്കുന്ന ടൈപ്പ് ചോദ്യം ഇത്. പക്ഷേ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ ഹാക്ക് എന്ന് പറഞ്ഞാൽ അത് ഏടെ ബോയിലിംഗ് പോയിൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നേരെ എന്തുണ്ടാവും, അവിടെ എവിടെയെങ്കിലും എന്തുണ്ടാവും, ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ് അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടാവും. അതാണ് റൈറ്റ്. വില്യംസൺ ഈതർ സിന്തസിസ് RONA+RX ഗിവിങ് ROR- ഈതർ. ഓക്കെ. എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ ഓഫ് മെത്തനാൾ വിത്ത് കോൺസെൻട്രേറ്റഡ് NaOH. എന്താണിത്? ഇത് കെന്നിസാറോ റിയാക്ഷനാണ്. മെത്തനാൾ എന്ന് പറയുമ്പോൾ HCHO, അത് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കാർബണാണ്. അപ്പോൾ എന്താ, അതിനെ കോൺസെൻട്രേറ്റഡ് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ കെന്നിസാറോ റിയാക്ഷനെ നമുക്ക് കിട്ടുന്ന ഒരു മെത്തനോളും പിന്നെ അതിൻ്റെ സാൾട്ടും, ആ ഒരു കാർബൺ ഒരു എന്ന് പറയേണ്ടത് ഹൈഡ്രജനിലെ ഒരു സാൾട്ടും കിട്ടും അതിൻ്റെത്. അപ്പോൾ HCONA+CH3COH. വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് മോർ അസിഡിക്. ഇത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ. CH3COH ആണോ CH2ClCOH ആണോ? രണ്ടാമത്തെയാണ്. കാരണം ക്ലോറിൻ എന്ത് ചെയ്യും, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺസിനെ കൂടുതൽ പിടിച്ചു വലിക്കും. അപ്പോൾ എന്താ, ഹൈഡ്രജൻ പെട്ടെന്ന് ലിബറേറ്റ് ആവും. സോ ഇറ്റ് ബിക്കംസ് മോർ അസിഡിക് ഇൻ നേച്ചർ. 16ാമത്തത് മുതൽ 3 മാർക്കിൻ്റെ തുടങ്ങണം. ഇത് ഇതുവരെ ഞാൻ എന്താ പറയുക കാണാത്തൊരു ടൈപ്പ് ചോദ്യമാണ്. പക്ഷേ നമ്മളെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതിൻ്റെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ, ഇത് NCERTൻ്റെ ഔട്ട് ഓഫ് സിലബസ് ആണ്. ഇതിങ്ങനെ ഫിസിക്സിൻ്റെ ക്വസ്റ്റൻ എങ്ങനെ ആടെ ചോദിക്കേണ്ടത്, ഇവിടെ എങ്ങനെ കയറിയെന്ന് അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവം ഇവിടെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഞാൻ എന്ന് പറയുക നോക്കിയപ്പോൾ ഇതിൽ ക്വസ്റ്റൻ അവിടെ അല്ല, ക്വസ്റ്റൻ അല്ല, അതിൻ്റെ ഫിഗറും അതിൻ്റെ ഇക്വേഷനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. മെൻഷൻ 1 ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. എൻ്റെ എന്താണ്, ടു ഓക്സിഡൈസ് ആൽക്കഹോൾസ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ എബവ് ഓക്സിഡേഷൻ റിയാക്ഷൻ. എന്താണ് നിങ്ങൾക്കിപ്പോൾ എന്താണ് അതിൽ കുറേ എന്ന് പറയേണ്ടത് നമ്മളെ ഇത് പഠിക്കുന്നുണ്ട്. ഏത് ഓക്സിഡേഷൻ്റെ എന്ന് പറയുക പ്രോപ്പർട്ടി കാണിക്കുന്ന പല റിയാക്ഷൻസ് നമ്മൾ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിനെ പഠിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ എഴുതിയ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഞാൻ കുറേ എക്സാമ്പിൾസ് ഉണ്ട്, അതിൽ ഞാൻ ഒരു എക്സാമ്പിൾ സെലക്ട് ചെയ്തിട്ടുള്ളത് K2Cr2O7+2KOH. KOH എന്തെന്ന ഒരു ആൽക്കലിയാണ്. വി ഗെറ്റ് K2Cr4. നമുക്ക് ഒരു യെല്ലോ ഓറഞ്ച് കളറില്ല ഒരു കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുക. സോ അവിടെ എന്താ നടന്നിരിക്കുന്നത്, ഓക്സിഡേഷനാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും. ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് ദർ. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് മാംഗനേറ്റ് അയോൺ. ഞാൻ അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതൊക്കെ ബേസിക്കലി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനിയാണ് ഇങ്ങോട്ടേക്ക് മൊത്തം ഇനി ഓർഗാനിക്കിനെ കൊണ്ടെന്ന് പറയേണ്ടത് ഏറും കളിയാണ്. ഡ്രോ ദ സ്ട്രക്ചർ. ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ലേ. അതിൻ്റെ എന്താണ്, FeNH3 CN4 അത് മൈനസ്. അപ്പോൾ അതിൻ്റെ സിസും ട്രാൻസ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സിസിൻ്റെ ഫോം ഇങ്ങനെയും വരും, ട്രാൻസിൻ്റെത് ഇങ്ങനെയും വരും. റൈറ്റ് ദ ഫോർമുലാസ് ഓഫ് ഫോളോയിങ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഒരു ഫോർമുല തന്നിട്ട് അതിനെ നമ്മൾ എന്താക്കി മാറ്റണം, കോർഡിനേഷൻ സ്പിയറിനുള്ളിലേക്ക് മാറ്റണം. ടെട്രാ കാർബോണൈൽ നിക്കൽ 0 NiCO4. പൊട്ടാഷ്യം ടെട്രാ ഹൈഡ്രോ ഓക്സിഡോ സിങ്കേറ്റ് 2 K2ZnOH 4 times. ടെട്രാ അമീൻ എക്വാ ക്ലോറിഡോ കൊബാൾട്ട് 3 ക്ലോറൈഡിൻ്റെ ബലാതതി പേര് ഓരോന്നിൻ്റെയും. COCl H2O NH3 4 times Cl2. എക്സ്പ്ലെയിൻ 3 പോസ്റ്റുലേറ്റ്സ് ഓഫ് വെർണസ് തിയറി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 തിയറി ഏതെങ്കിലുമൊക്കെ അറിയുന്ന എഴുതി കൊടുക്കുക. സെൻട്രൽ
atom in complex compounds to two valencies. They are primary valency and secondary valency. Negative ions satisfy primary valency and it is also ionizable. ഏതെങ്കിലും 5 എണ്ണം തരും, അതിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതി കൊടുത്താൽ മതി. വാട്ട് ആർ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്? അത് നല്ലൊരു ചോദ്യമാണ്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് എ കോവാലൻ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റം അത് ആൻഡ് എ മെറ്റൽ. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ അത് ആ ഡെഫിനേഷന് ഇതേപടി തന്നെ ഓർമ്മിച്ച് വെക്കും. ഇത് എക്സാമിന് ആവശ്യം വരും. ഇനി അഥവാ അത് വന്നു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ കൈറൽ തന്നെ കൈറൽ മോളിക്യൂല്. കൈറൽ എന്ന് പറയുമ്പോൾ കൈറൽ കാർബൺ എന്ന് പറയുന്നത് നമ്മൾ അറ്റാച്ച് ചെയ്ത കാർബണിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും താഴെയും അതിന് എന്ന് പറയുന്നത് 2 കൂടുതൽ എന്താണ് സൈഡ്സിൽ നോക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവണം. ഇവിടെ നിങ്ങൾ നോക്ക്, ഈ കാർബണിൻ്റെ മുകളിൽ ഇവിടെ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ്, ഇങ്ങോട്ടേക്ക് CH3 എന്ന് പറയുന്ന വേറെ ഗ്രൂപ്പാണ്, താഴെ ബ്രോമിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് അത് എന്താണ് കൈറലായിട്ട് മാറിയത്. ദിസ് ഇറ്റ് ഈസ് കൈറാൽ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൈറാൽ മോളിക്യൂൾ എന്ന് പറയുക. പക്ഷേ രണ്ടാമത്തെ നോക്ക് CH3 CH2 Br. ആ Br അറ്റാച്ച് ചെയ്ത കാർബണ് നേരെ എന്ന് പറയുന്നത് ഒറ്റ ഒരു എന്ന് പറയാം അതെന്നത് ഗ്രൂപ്പ് ഒരു പ്രൊപ്പൈൻ എന്ന് പറയുന്ന ഒരൊറ്റൊരു ചെയിനാണ് അത്. അപ്പോൾ അതെന്തല്ല ആ കൈറലല്ല. സോ കൈറൽ അല്ലാത്ത കോമ്പൗണ്ട്സിനെ അല്ല കാർബണെ നമ്മൾ കാർബൺ അല്ല കൈറൽ മോളിക്യൂൾ എന്നാണ് വിളിക്കുക. ഇതൊക്കെ ആക്ച്വലി ഹാലോ ആൽക്കീൻസിൻ്റെ ആ ഒരു നമ്മളെ സ്റ്റീരിയോ കെമിസ്ട്രീൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൂടി അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ആർ എനാൻഷ്യോമസ്? പിന്നെയും ആ പറയുന്ന സ്റ്റീരിയോ കെമിസ്ട്രിയാണ്. ഇറ്റ് ഈസ് എ പെയർ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് ആർ മിറർ ഇമേജസ് ടു ഈച്ച് അതർ. മിറർ ഇമേജസ് ആയിട്ടുള്ളത് എന്താണ് കോമ്പൗണ്ട്സിനാണ് നമ്മൾ ഈ പറയുന്ന എനാൻഷ്യോമസ് എന്ന് വിളിക്കുന്നത്. ഞാൻ ആ കൈ കാണിച്ചതെന്ന് പറയാം, നമ്മളെ മറ്റേ കൈനെ കൊണ്ട് ചെയ്യാൻ പറ്റും നോക്കിയത്. പക്ഷേ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. സോറി. വാട്ട് ആർ ദ ആംബിഡെൻറ്റേറ്റ് ന്യൂക്ലിയോഫൈൽസ്? ഗിവൻ എക്സാമ്പിൾ. എ ന്യൂക്ലിയോഫൈൽ വിച്ച് ക്യാൻ മേക്ക് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഫ്രം 2 or more ഡിഫറെൻറ്റ് പ്ലേസസ് ഇൻ മോളിക്യൂൾ അയോൺ. അതിൻ്റെ ഡെഫിനേഷനാണ്. എക്സാമ്പിൾ CN-, SCN-. SCN- എന്ന സാധനം എന്താണ് സയനൈറ്റ്. റൈറ്റ് റൈമർ ടീമൻ റിയാക്ഷൻ. ഫീനോളിന ക്ലോറോഫോം ആൻഡ് ആൽക്കലി KOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സാലിസിൽ ആൽഡിഹൈഡ് ഉണ്ടാകുന്ന, അതായത് OH അവിടെ തന്നെ അതിൻ്റെ സൈഡിൽ എന്ത് വരും? CHO ഗ്രൂപ്പ്, ബെൻ എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരും. സാലിസ് ആൽഡിഹൈഡിൻ്റെ ഫോർമേഷനാണ് റൈമർ ടീമൻ റിയാക്ഷൻ. നല്ലൊരു ചോദ്യമാണ്. നമ്മളെ പിക്രിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചിട്ട് എന്ത് ചെയ്യുക? ഫീനോളിന് നൈട്രേറ്റിംഗ് മിക്സ്ചർ കോൺസെൻട്രേറ്റഡ് H2SO4 ആൻഡ് കോൺസെൻട്രേറ്റഡ് HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2,4,6 ട്രൈനൈട്രോഫീനോൾ. ഓമന പേരായിട്ട് വിളിക്കുന്നതാണ് പിക്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഏകദേശം തീരാറായിട്ടില്ല എന്നല്ലേ? അതന്നെയല്ലേ പിന്നെയും പേജ് വന്നിരിക്കുന്നത്. സോറി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നാൽ ഇനി 23 വരെ കഴിഞ്ഞല്ലേ? ഇത് 23 വരെ കഴിഞ്ഞാൽ ഇനി 24. ഓക്കെ. റൈറ്റ് ദ IUPAC നെയിം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. CH2 ഡബിൾ ബോണ്ട് CHO എന്താണ് പ്രൊപ്പ് സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ടിലോണ്ട് 2 ഇൻ ഫസ്റ്റ് പൊസിഷനിൽ എന്തുണ്ട്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. സോ 1 ആൾ. അടുത്തത് എന്താണ് ആ നമ്പറിങ് COH എന്ന് തുടങ്ങണം. 1 2 3 3 ബ്രോമോ എന്താണ് 3 ബ്രോമോ ബെൻസോയിക് ആസിഡ്. ഓക്കെ, 3 ബ്രോമോ ബെൻസോയിക് ആസിഡ് ആണ്. അടുത്ത റൈറ്റ് എനി വൺ യൂസ് ഓഫ് മെത്തനോയിക് ആസിഡ്. റബ്ബർ ഇൻഡസ്ട്രി. 2 3 4 5 6 7. അത് ആക്ച്വലി 4 ബ്രോമോ ബെൻസോയിക് ആസിഡ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. അത് ഡൗട്ടായിട്ട് നിങ്ങൾ വെക്കുക. 4 ബ്രോമോ ആണോ എന്നല്ലെങ്കിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് അത്. അപ്പോൾ അത് മെത്തനോയിക് ആസിഡിൻ്റെ റബ്ബർ ഇൻഡസ്ട്രി, ഡൈയിങ്, ഇലക്ട്രോപ്ലേറ്റിംഗ് ഇതിലേതെങ്കിലും ഒന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻസിൽ ഒന്നാമത്തത് കുറച്ച് എന്താണ് അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് അസെറ്റൈൽ സൈനോഹൈഡ്രിൻ്റെ ഫോർമേഷനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അത് ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ബുക്കിൽ ഓരോ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ പറ്റൂല എന്നുള്ളതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. CH3 CHO HCN വി ഗെറ്റ് CH3 CHCnOH അസെറ്റൈൽ സൈനോഹൈഡ്രിൻ. ഇനി CH3 CH2OH ആൽക്കലൈൻ KMNO4. ഇറ്റ്സ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇറ്റ് ഡസ് എന്ന് പറയുക കൺവേർട്ട്സ് ആൽക്കഹോൾ ഡയറക്ട്ലി ടു എന്താണ് കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ CH3 COH ആയിട്ടുള്ള അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എത്തനോയിക് ആസിഡ് എന്നും പറയാം. ഇനി നമ്മളെ നെയിംഡ് റിയാക്ഷനാണ് മൂന്നാമത്തത്. എപ്പോൾ കാണുന്ന പോലെ CO HCl AlCl3. യെസ്, എന്താണ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. അപ്പോൾ ബെൻസീൻ എന്തായി മാറി? ഞാൻ പറയുന്നത് നമ്മുടെ കിരീടം കൊച്ചണീക്കൽ റിയാക്ഷൻ. അപ്പോൾ CHO ഗ്രൂപ്പ് വന്ന് ഇതാണ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് കട്ടായിട്ട് ഓർമ്മിക്കുന്നില്ലത്.
കൊച്ച് മീൻസ് കിരീടം അണിയിക്കുക. ബെൻസീൻ്റെ തലയിൽ CHOനെ കിരീടം അണിയിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ആൽഡോഡ് കണ്ടൻസേഷൻ നെയിംഡ് റിയാക്ഷൻ, ഓക്കെ. ക്ലമൻസൺ റിഡക്ഷൻ നെയിംഡ് റിയാക്ഷൻ രണ്ടും എഴുതി കൊടുക്കുക. അതിൻ്റെ റിയാക്ഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. 27 ഒരു സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലമാണ്. മൊളാരിറ്റി കാണാൻ എന്ത് ചെയ്യുക, M=WB/MB × 1000/V എന്താണ് വോളിയം ഇൻ മില്ലി ലിറ്റേഴ്സ്. വാല്യൂയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ആൻസർ കിട്ടും. അതാണ് ആൻസർ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുക, കാൽക്കുലേറ്ററിനെ കൊണ്ട് പണിയെടുപ്പിക്കുക. 27B എന്ന് പറയുന്നത് ദ പ്രഷർ അപ്ലൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ പൈ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ നമ്മൾ എന്താണ്, വെൻ എ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ് ദ പ്രോസസ് ഓഫ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ് ഈസ് റിവേഴ്സ്ഡ്. നമ്മൾ എന്ന് പറയേണ്ടത് സൊല്യൂഷൻ സൈഡിൽ നിന്ന് സോൾവെൻറ്റിലേക്ക് പോകുന്നത് എന്ത് ചെയ്യും, നേരെ തിരിച്ചിട്ട് സംഭവിക്കും. അപ്പോൾ അതാണ് റിവേഴ്സ് ഓസ്മോസിസിൻ്റെ കളി എന്ന് പറയുന്നത്. സോ അതാണ് ആക്ച്വലി ആ ഫിഗർ എന്ന് പറയേണ്ടത്. ഞാൻ ആ ഫിഗറിലല്ല ശ്രദ്ധിച്ചത്, വലിയ എന്ന് പറയേണ്ടത് എന്തല്ലോ അതല്ല ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ ശ്രദ്ധിച്ചെന്ന് പറയുന്നത് ഈ ഒരു സാധനം ഇവിടെ ഈ അടുത്തൊരു കണ്ടീഷനാണ്, പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ പൈ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് സാധനം ഇവിടെ എന്തോ റിവേഴ്സ് ഓസ്മോസിൻ്റെ കളി നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ഫിഗർ കണ്ടാൽ പെട്ടെന്ന് എന്താ പറയുക, ഇത് ഭയങ്കര കാണുമ്പോൾ ഭയങ്കര വലിയ ഫിഗറാണല്ലോ, ഇത് ഭയങ്കര ടഫാണ്, അങ്ങനെയല്ല. എവിടെയെങ്കിലും എന്താ പറയുക ഹിൻഡ് ഒളിഞ്ഞിരിപ്പുണ്ടോ. ഞാൻ നേരെ ശ്രദ്ധിച്ചത് ഇവിടെ പ്രഷർ ഗ്രേറ്റർ ദാൻ പൈ എന്ന് പറയുന്ന ഒറ്റ ശ്രദ്ധയിലേക്ക് എൻ്റെ കണ്ണ് പോയത്. അപ്പോൾ എന്താ എനിക്ക് മനസ്സിലായി സാധനം റിവേഴ്സ് ഓസ്മോസിൻ്റെ ആണ് അവിടെ നടക്കുന്നതെന്നുള്ളത്. ലാസ്റ്റ് പേജിലെത്തിയിട്ടുണ്ട്. റൈറ്റ് ഇനി വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ സാൾട്ട് ആൻഡ് കോംപ്ലക്സും ഡബിൾ സാൾട്ടിൻ്റെ ഡിഫറൻസസ് എഴുതുക. ഡബിൾ സാൾട്ട് എന്നാൽ ഇറ്റ് ഡിസോസിയേറ്റ് ഫുള്ളി ഇൻ ടു അയോൺ. നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പോസിറ്റീവ് അയോണായിട്ടും നെഗറ്റീവ് അയോണായിട്ടും മാറും. മറ്റേതെന്താ, കോംപ്ലക്സ് ഡസ് നോട്ട് ഡിസോൾവ് കംപ്ലീറ്റ്ലി ഇൻ ടു അയോൺസ് ഓൺ ഹൈഡ്രോളിസിസ്. അത് ഫുള്ളായിട്ട് എന്ത് ചെയ്യൂല, നമ്മളെ ഇതായിട്ട് മാറില്ല, കംപ്ലീറ്റ് ഡിസോസിയേഷൻ അയോൺസിൻ്റെ നടക്കൂല അവിടെ. അതിൻ്റെ എക്സാമ്പിൾസ് എന്നാൽ നമ്മളെ ഡബിൾ സാൾട്ടിൻ്റെ എക്സാമ്പിൾ മോർ സാൾട്ട്, KCl അതുപോലത്തെ എല്ലാം വരും. കോംപ്ലക്സിൻ്റെ എന്താ, നമുക്കിപ്പോൾ ഏത് കോർഡിനേഷൻ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് തന്നെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നും പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഏത് എക്സാമ്പിളും നമ്മളെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല നമുക്ക് ഏത് എക്സാമ്പിൾ എഴുതി കൊടുക്കാം നമുക്കറിയുന്നത്. FeCN 4 times, COCN 6 times, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. മെൻഷൻ 2 ആപ്ലിക്കേഷൻസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ, ബട്ട് അത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ലാസ്റ്റ് ചിലപ്പോൾ നിങ്ങളെ നോട്ട് ബുക്കിൻ്റെ ലാസ്റ്റ് ആ പാഠത്തിൻ്റെ അവസാനത്തെ ടോപ്പിക്കായിട്ടായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക. അത് നമ്മളെ ഫാഷൻ ഇൻഡസ്ട്രി, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, കാറ്റലിസ്റ്റ് ആയിട്ടെല്ലാം ഞാൻ സാധനം ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റേറ്റ്സ് ഓഫ് റൂള്, ആ റൂള് സ്റ്റേറ്റ് ചെയ്യുക. ഹാലോ ആൽക്കൻസ് ആൻഡ് ഹാലോ അരീൻസിൻ്റെ ഞാൻ അയച്ച PDF സാധനം കൃത്യമായി കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയാൽ മതി. Predict the order of reactivity of the following compounds in SN1 and SN2. SN1 എന്താണ്, നമ്മൾ ടെർഷ്യറി കോമ്പൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി കോമ്പൗണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി. SN2 നേരെ തിരിച്ചിട്ടേ വരാം, പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. എന്തിൻ്റെ കാര്യത്തിൽ, റിയാക്ടിവിറ്റീൻ്റെ കാര്യത്തിൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കോമ്പൗണ്ട് ടെർഷ്യറിയും സെക്കൻഡ് കോമ്പൗണ്ട് സെക്കൻഡറിയും ലാസ്റ്റ് കോമ്പൗണ്ട് ടെർഷ്യറിയാണ്. അപ്പോൾ ഇങ്ങനെ എന്ന് പറയുന്നത് ഞാൻ എഴുതിയ പോലെ ഇങ്ങനെ എഴുതിയാലും മതി ആക്ച്വലി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 കോമ്പൗണ്ട് ഇങ്ങനെ എന്താ പറയുക ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഇട്ടിട്ട് ചെയ്യാനും പറ്റും. എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻസ് വിത്ത് കെമിക്കൽ ഇക്വേഷൻസ്. പൊതുവെ ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, കൺവേർഷൻ റിയാക്ഷനാണ് പൊതുവെ ചോദിക്കില്ല. നിങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ട്, പക്ഷേ ഇവിടെ ഭാഗ്യം എന്ന് പറയുന്ന സാധനം ഇനി മോഡൽ എക്സാമിനായിരിക്കും വരും. ഇവിടെ കൺവേർഷൻ റിയാക്ഷൻ ഒന്നുപോലും ഇവിടെ ഞാൻ ചോദിച്ചാൽ കണ്ടിട്ടില്ല. ഇനി അത് മോഡൽ എക്സാമിന് വന്നിട്ട് അവിടെ ആയിരിക്കും നിങ്ങളിനി വെള്ളം കുടിക്കേണ്ടി വരിക. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് റിയാക്ഷൻസ്. കോൾബ്സ് ഇലക്ട്രോലിസിസ്, അതിൻ്റെ റിയാക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞാൻ തൽക്കാലം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് പറയേണ്ടത്. അതേപോലെ എസ്റ്ററിഫിക്കേഷൻ്റെ റിയാക്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അത് ചെയ്യാം. ഗിവ് എനി വൺ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എന്ന് പറയേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് വരുന്നില്ല. അപ്പോൾ ആൽഡിഹൈഡും കീറ്റോണും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ടെസ്റ്റാണ്. ഒന്നിക്ക് ടോളറൻസ് ടെസ്റ്റ് അല്ലെ ഫെയറിംഗ് ടെസ്റ്റ്, രണ്ടിലേതെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ കറക്റ്റ് എന്താണ്, അതിൻ്റെ റിയേജൻസ് എന്താണ്, അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്, എന്താണോ അതിൻ്റെ ഒബ്സർവേഷൻ. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എന്തിനാ, ഒരു ഒബ്സർവേഷൻ ഉണ്ടാവാൻ. നമ്മൾ ലാബിൽ എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഒരു സിസ്റ്റമാറ്റിക് എന്താ പറയുക സ്കീം ഓഫ് സാൾട്ട് അനാലിസിസ് എന്ന് പറയുന്നത് ചെയ്യുന്നതെന്നാ, ടു ഐഡൻറ്റിഫൈ എ പെർട്ടിക്കുലർ സാധനം അല്ലെങ്കിൽ ടു ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ 2 സാധനങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ ആ സാധനങ്ങളിൽ എന്ത് ചെയ്യുക, ലാബിൽ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ സംഭവം പ്രൊസീജിയർ എഴുതി, പിന്നെ അതിൻ്റെ ഒബ്സർവേഷൻ എഴുതി, അതിന് ഉപയോഗിച്ചത് എന്തെല്ലാം സാധനങ്ങൾ എഴുതി, റിയേജൻസ് എഴുതി. അപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമാണ് ഒരു ടെസ്റ്റ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്ത ബിയിൽ
ഇത് സിമ്പിൾ ചോദ്യം അതെന്നാ അറിയേണ്ടത്. അതിൻ്റെ നെയിംഡ് റിയാക്ഷൻ എല്ലാ സാധനവും തന്നിട്ട് അതെന്ത് എന്നാ പറയുന്നത്. ഞാൻ എഴുതുന്ന കാലത്തൊന്നും എനിക്ക് ഇങ്ങനത്തെ ചോദ്യം നല്ല കിട്ടിയത്. എല്ലാം അങ്ങനെ കെമിസ്ട്രി വാസ് വെരി ടഫ് വെൻ മൈ ഡേസ്. ഇതെന്നാ പറയേണ്ടത്, ഇതെന്ത് ചോദ്യം ഇത് എന്നാ പറയുക. എല്ലാം തന്നിട്ട് ചോദിക്കുക ഇത് എന്ത് നെയിംഡ് റിയാക്ഷനാണ്. ആദ്യത്തത് എത്താർഡ് റിയാക്ഷനും രണ്ടാമത്തത് സ്റ്റീഫൻ റിഡക്ഷൻ റിയാക്ഷനാണ്. ഇതാണ് +2 കെമിസ്ട്രീൻ്റെ. ഇത് ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു മോഡേൺ എന്താ പറയുക മോഡറേറ്റ് പേപ്പറാണ്. പക്ഷേങ്കിൽ എനിക്ക് ഇപ്പോഴും എന്ന് പറയേണ്ടത് ഇത് അത്ര ഭയങ്കര അൾട്രാ ടഫാണ് എന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ പോലത്തെ കൺവേർഷൻ ടൈപ്പും കൂടുതൽ ആ ഒരു നമ്മളെ റീസൺ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഇതിൽ വന്നതായിട്ട് കണ്ടിട്ട് വന്നില്ല. അതിനി എന്ന് പറയുന്നത് ഇനി മോഡൽ എക്സാമിനായിരിക്കും മിക്കവാറും ചോദിക്കുക. സോ അതുവരെ തൽക്കാലത്തേക്ക് എന്താ പറയുക ഞാൻ വിട പറയുകയാണ്.